ജഡ്ജസ്, Yes, നമുക്ക് yes. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ നമുക്ക് എന്തായാലും ഈ ഒരു ഷെഡ്യൂൾ പുതിയ സ്റ്റാർട്ട് ആണല്ലോ, അപ്പൊ നമുക്ക് ഈ ഒരു കാര്യം മെൻഷൻ ചെയ്യാതെ നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും ഒരുപാട് 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 നല്ല പാട്ടുകൾ പാടി നമുക്ക് എല്ലാവർക്കും സമ്മാനിച്ച, നമ്മൾ ഏറെ സ്നേഹിക്കുന്ന ആ മധുര ശബ്ദത്തിനുടമയായിട്ടുള്ള നമ്മുടെ ആശാ ഭോസ്ലെ മാം ഈ അടുത്ത് നമ്മളെ വിട്ടുപോയി. അപ്പൊ അത് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഭയങ്കര സഡൻ ആയിരുന്നു. നമ്മൾ പെട്ടെന്ന് ഒരു ഷോക്കിംഗ് ന്യൂസിൽ ഇങ്ങനെ പെട്ടെന്ന് ആശാ ഭോസ്ലെ മാം പോയി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഫുൾ മെമ്മറീസ് സൂപ്പർ സ്റ്റാർ ആണ്. കാരണം ഞാൻ ഇവിടെയാണ് മാമിന്റെ പാട്ടുകൾ കൂടുതൽ കേട്ടേക്കണേ. ഒരുപാട് സ്റ്റോറീസ് മാമിനെ കുറിച്ച് നമ്മളിവിടെ സംസാരിച്ചിട്ടുള്ളതും ഒരുപാട് നമ്മുടെ ഡിസ്കഷൻസ് സൂപ്പർ സ്റ്റാറിലായിരുന്നു. നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്തായാലും ജഡ്ജസിന് നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റും. മെലഡി ക്യൂൻ, അതെ, അതാണ് ഒറ്റ വാക്കി പറഞ്ഞാല് ഇന്ത്യയുടെ മെലഡി ക്യൂൻ. എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു മഹാഭാഗ്യമാണ് എനിക്കൊരു പാട്ട് ആശാജിയിലൂടെ പാടാൻ പറ്റിയത്. ഗർദിഷ് എന്ന ചിത്രത്തിൽ ആർ ഡി ബർമൻ മ്യൂസിക്കിൽ തുംജമിലി എന്ന് പറഞ്ഞ് തുടങ്ങുന്നൊരു പാട്ടുണ്ട്. അത് വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ്. കാരണം ഒരു പാട്ടെങ്കിൽ ഒന്ന്, അത്രയേ ഉള്ളൂ. വലിയ കാര്യം, അത്രയേ ഉള്ളൂ. പിന്നെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. കാരണം എന്നും എന്നും ആശാജി ഓർമ്മിക്കപ്പെടും പാട്ടുകളിലൂടെ. മരണമില്ല. ആദരാഞ്ജലികൾ. ശരത് സർ, പോയെന്നറിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത ഒരു വിങ്ങലായിരുന്നു മനസ്സിൽ. കാര്യം ഞാൻ പാട്ട് കേട്ട് പേടിച്ചു പോയ ഒരാളാണ് ആശാജി. പറയാതിരിക്കാൻ വയ്യ. ആ അമ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് ജോണർ പാട്ടും പുല്ല് പോലെ പാടും. ഇപ്പോൾ ഗുലാം അലി സാബൊക്കെ കമ്പോസ് ചെയ്ത് ഗസൽസൊക്കെ അയ്യോ എന്ത് രസമാണ് ആ അമ്മ പാടി വെച്ചേക്കുന്നത്. അതൊരു അസാധ്യ പാട്ടുകാരിയാണ്. നിങ്ങളൊന്നും കേട്ടിട്ടില്ലാത്ത, ഇപ്പം നിങ്ങളൊക്കെ ഇപ്പം പാറുവാണെങ്കിൽ പാറു കേട്ടിട്ടുള്ള ഹിറ്റ് പാട്ടുകളാണ് അമ്മയുടെ. അതിന് ഭീകര ഹിറ്റല്ലാത്ത ഒട്ടനവധി സംഗീതത്തിൽ എന്താ പറയണ്ട, അത് അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒട്ടനവധി പാട്ടുകൾ വളരെ ആ അമ്മ പാടുന്ന കേട്ടാത്തൊന്നും ഇത് ഈസി അല്ലെന്ന്. ഒരു പല്ലവി പാടുമ്പോൾ അറിയാം നമ്മൾ അവിടെ നിന്ന് മൂക്കുകൊണ്ട് ഷായും മായും ഒക്കെ വരയ്ക്കുന്നത്. എനിക്ക് എൻ്റെ ഒരു ഒറ്റ വിഷമം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, അത് നടന്നില്ല. അത് ചെന്നൈയിൽ രാജാ സാറിന് പാടാൻ വരുമ്പോഴെങ്കിലും ഒന്ന് ഒളിച്ചെങ്കിലും പോയി ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അപ്പം അതുപോലെ ഈ ശബ്ദം പോലെ വേറൊരു ശബ്ദവുമില്ല. ഓ പ്രണാം, വേറൊന്നുമില്ല. നിത്യശാന്തി നേർന്നു. ഒന്ന് മാമിനെ ഞാൻ കണ്ടിട്ടില്ല, ഈ പാട്ടുകളിലൂടെ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയം. അപ്പം നേരിട്ട് കണ്ടിട്ടില്ലാത്തൊരാൾ നമ്മളെ വിട്ടു പോയി എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വിഷമമുണ്ടല്ലോ, ആ ഇമ്പാക്റ്റാണ് ഇവർ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ കൊണ്ടുവന്നേക്കണം. ഇവരുടെ പാട്ടുകളിലൂടെ വാട്ട് എവർ ഇറ്റ് ഇസ്, അവരുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ശരത് സാർ പറഞ്ഞ പോലെ എന്ത് പാട്ടും വഴങ്ങും. അപ്പം ഈ പറഞ്ഞ പോലെ പ്രണാമം വേറെ ഇപ്പം ഒന്നും പറയാനില്ല. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇവരുടെ പാട്ടുകളിലൂടെ ജീവിച്ചുകൊണ്ടേയിരിക്കും. ചേച്ചി, ഞാൻ MG സാർ പറഞ്ഞ പോലെ അമ്മയുടെ പാട്ടുകളെന്ന് പറയുമ്പോൾ സാറിന് ആ ഒരു ഭാഗ്യം ആശാത്തായിയോടൊപ്പം പാടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ഞാൻ മ്യൂസിക് പഠിക്കുന്ന പണ്ഡിറ്റ് രമേശ് ജൂലെ എന്ന് പറഞ്ഞ സാറ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യ കൂടിയായിരുന്നു ആശാത്തായി. അപ്പോൾ അങ്ങനെ ആശാത്തായിയെ നേരിട്ട് കാണാനും ഒരുപാട് നേരം സംസാരിക്കാനും പാട്ട് കേൾക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നിറയെ പാട്ടുകൾ, ഇപ്പോൾ ആശാത്തായി പാടിയ പാട്ടുകൾ, ഇപ്പോൾ ഗസൽസ് ആയാലും സിനിമാ പാട്ടുകളായാലും ഏത് തരത്തിലുള്ള പാട്ട് ആ ശബ്ദത്തിൽ മനോഹരമാണ് കേൾക്കാൻ. അപ്പം അത്തരത്തിലുള്ള പാട്ടുകൾ കേട്ട് പഠിക്കാനും എനിക്ക് വലിയൊരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പല വേദികളിലും ഞാൻ ആശാത്തായിയുടെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. എനിക്ക് നിറയെ പാട്ടുകളാണ് ഓർമ്മ വരുന്നത്. ഇപ്പം ഇതാ ഈ മൈക്ക് പിടിച്ച് നിൽക്കുമ്പോൾ തന്നെ ആശാത്തായി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതായിരുന്നു, പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കണം എന്നാണ് ആഗ്രഹം എന്നൊക്കെ. അപ്പം അവരുടെ ലൈഫ് ഫുൾ മ്യൂസിക്കാണ്. ശരിക്കും ആശാത്തായി നമ്മളോടൊപ്പം ഇല്ല എന്ന് കേൾക്കുമ്പോൾ ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ്. അതുകൊണ്ട് അമ്മ പ്രണാമം എന്നും ഞങ്ങളുടെ ഉള്ളിൽ ആ സംഗീതം നിലനിൽക്കും. ചേച്ചി, നമുക്കൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്താലോ? തീർച്ചയായിട്ടും. ये देख के दिल झूमा, ले प्यार में
ये देख के दिल झूमा, ली प्यार ने अंगड़ाई, दीवाना हुआ बादल. Beautiful, Casey. Thank you so ബ്യൂട്ടിഫുൾ much. ബ്യൂട്ടിഫുൾ Superstar.